ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല അട്ടിപ്പൊളി ഒരു ബീഫ് റോസ്റ്റ് കണ്ടാലോ? അത് നമ്മളെ കേരള സ്റ്റൈലിൽ നല്ല വരട്ടിയത്. അതിനായിട്ട് 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ കൂടെ ഉള്ളിയുടെയൊക്കെ അളവ് ഞാൻ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നോക്കി നിങ്ങൾ ചെയ്യുക. പിന്നെ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ചതച്ച് ചേർക്കുക. പിന്നെ കുറച്ച് നമ്മുടെ പച്ചമുളകും ചതച്ച് ചേർക്കുക. പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ഗരം മസാല, പിന്നെ ആവശ്യത്തിന് കശ്മീരി ചില്ലി പൗഡർ, അത് 2 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കഴിഞ്ഞ ശേഷം നന്നായിട്ട് കുറച്ച് കരിവേപ്പിലയും കൂടി ചേർത്ത് അങ്ങ് മിക്സ് ചെയ്യുക. കൈ വെച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കുറച്ച് നേരമൊക്കെ വെച്ചിരുന്നാൽ അടിപൊളിയാണ്. ഇല്ലെങ്കിലും അത് അങ്ങനെ തന്നെ യൂസ് ചെയ്താലും വലിയ കുഴപ്പമൊന്നുമില്ല. ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ ഒരു 7 തൊട്ട് 8 വിസിൽ വരെ അടിച്ചോ. എന്നിട്ട് അങ്ങ് മാറ്റി വയ്ക്കുക. എന്നിട്ട് നല്ല വെളിച്ചെണ്ണ അത് ചീനച്ചട്ടിയിലിട്ടിട്ട് പിന്നെ കടുകും മുളകും കുറച്ച് പെരിഞ്ജീരകവും കരിവേപ്പിലയൊക്കെ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് നമ്മുടെ ചെറിയ ഉള്ളിയും ഉപ്പും കുറച്ച് സവാളയും കൂടി ചേർത്തോ. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി ഈ ഒരു കളറാകുമ്പോഴേക്കും ബാക്കിയുള്ള പൊടികൾ, അതായത് കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ചതച്ച മുളകും ഒക്കെ കൂടി ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് വഴറ്റി കഴിഞ്ഞാൽ ആദ്യം വേവിച്ച് വെച്ച ബീഫുണ്ടല്ലോ അതുകൂടി അങ്ങ് ചേർത്ത് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ച് അങ്ങ് എടുക്കുക. ഇതിൻ്റെ ഡീറ്റെയിൽഡ് റെസിപ്പി ഉണ്ടല്ലോ, ഞാൻ യൂട്യൂബ് ചാനലിൽ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് കാണണം എന്നുള്ളവർക്ക് അത് കയറി കണ്ടു കഴിഞ്ഞാൽ ഇതിനെപ്പറ്റിയുള്ള നല്ലൊരു ഐഡിയ കിട്ടും. അപ്പോൾ അതനുസരിച്ച് ചെയ്ത് നോക്കാം കേട്ടോ. ഇത് ഈ ഒരു സ്റ്റേജ് വരെ നന്നായിട്ട് വഴറ്റി എടുക്കണം. എന്നിട്ട് കുറച്ച് നാരങ്ങ നീരും കൂടി പിഴിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ബീഫ് റോസ്റ്റ് റെഡി. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെല്ലാവരും അറിയിക്കണം കേട്ടോ. അപ്പോൾ ഓക്കെ.